ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ മഹാദേവി നമ. നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ ഈ കഥ പറയാനുള്ളൂ. അതേതായാലും പൂർത്തിയാക്കാം. ആൾക്കാർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിഷയമല്ല. നമ്മളൊരു തുടങ്ങിയത് പൊടിപ്പിക്കണം. അതുകൊണ്ട് ദേവിയുടെ സഹസ്രനാമം ഉണ്ടായിരുന്നു. ആ സഹസ്രനാമം കഴിഞ്ഞിട്ട് ഗായത്രി ദേവിയുടെ നാമസഹസ്രം, അത് ഇതിലിങ്ങനെ ചൊല്ലിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് 7ാമത്തെ അധ്യായം നോക്കാം. ദീക്ഷാവിധിയെ കുറിച്ചാണ് പറയുന്നത്. മഹർഷേ, പുണ്യപ്രദയായ ഗായത്രി സഹസ്രനാമം അവിടുത്തെ മുഖകമലത്തിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ച ഞാൻ കൃതാർത്ഥനും ഭാഗ്യവാനുമാണ്. എന്നെ ദീക്ഷാലക്ഷണം കൂടി ഉപദേശിച്ചു തന്നാലും ബ്രാഹ്മണർ, ക്ഷത്രിയൻ, വൈശ്യൻ, സ്ത്രീകൾ തുടങ്ങിയവർക്ക് അനുഷ്ഠിക്കാൻ ആവശ്യമായ നിയമങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരണേ എന്ന് ശ്രീനാരായണ മഹർഷിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാൻ തുടങ്ങി. ദേവർഷേ, ദേവന്മാര്, അഗ്നി, ഗുരു എന്നിവരെ പൂജിക്കാൻ അധികാരിയാവാൻ ശിഷ്യൻ അനുവർത്തിക്കേണ്ട ക്രമങ്ങളെ ഞാൻ പറഞ്ഞു തരാം. സ്നാനം, ദാനം ചെയ്ത് പാപത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് വേദവിത്തുക്കൾ ഇതിനെ ദീക്ഷ എന്ന് പറയുന്നത്. ദേവന്മാർ, അഗ്നി, ഗുരു എന്നിവർ പൂജിക്കാൻ അധികാരിയാവാൻ ശിഷ്യൻ അനുവർത്തിക്കേണ്ട ക്രമങ്ങളെയാണ് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞത്. എന്താണ്? സ്നാനം, അതായത് വിദ്യ, ദാനം ചെയ്ത പാപത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് വേദവിത്തുക്കൾ ഇതിനെ ദീക്ഷ എന്ന് പറയുന്നത്. ഇത് തന്നെ നമ്മുടെ അറിവ് വേറൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ നമുക്കും കൂടുകയുള്ളൂല്ലോ, കുറയില്ലല്ലോ. ഇപ്പൊ കുറെ സമ്പത്ത്, കുറെ ധനം ഉണ്ട്, അതിന് കുറച്ചെടുത്തു കൊടുത്താൽ അത് കുറഞ്ഞത് തന്നെ. അതുപോലെ ധാന്യം ഒരു 10,000 പറയണ്ട, അതിൽ കുറച്ചൊരു കോരി ഒരാൾക്ക് ദാനം ചെയ്താൽ അത് കുറഞ്ഞു. അതോ അങ്ങനെയല്ലല്ലോ ഈ വിദ്യ എന്ന് പറയുന്നത്. വിദ്യ കൊടുക്കുന്തോറും കയറുന്നൊരു സാധനല്ലേ. അതുകൊണ്ടാണ് ഇത് എത്രയും നമുക്ക് കഴിയുന്നത്രയും ആർക്കെങ്കിലും, ഇപ്പൊ ഞാനിപ്പോ ഈ പണി എടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആരെങ്കിലും 100 ആൾക്ക് അയച്ചാൽ ഒരാളെങ്കിലും കണ്ടാൽ അത്രയായി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ദീക്ഷ അനുഷ്ഠിക്കാൻ ഗുരുവും ശിഷ്യനും ഒരുപോലെ ശുദ്ധരാവണം. പ്രാതസ്നാനം വിദ്യാമണ്ണ അനുഷ്ഠിച്ച് കയ്യിൽ കിണ്ടിയുമായി ഗുരു നദീതീരത്ത് നിന്ന് മൗനിയായി സംസാരിക്കാനേ പാടില്ല. അങ്ങനെ യജ്ഞശാലയിൽ പ്രവേശിച്ച് ഒരു നല്ല ഇരിപ്പിടത്തിൽ ആസനത്തിനാകണം. കളകളകളാ സംസാരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല എന്നർത്ഥം. ആദ്യം തന്നെ ആചമനം ചെയ്ത് പ്രാണായാമം ചെയ്ത് ഗന്ധപുഷ്പാദികളിട്ട ജലം 7 പ്രാവശ്യം മന്ത്രമന്ത്രം ജപിച്ച് തീർത്ഥമാക്കണം. പിന്നീട് ആ തീർത്ഥമെടുത്ത് മണ്ഡപത്തിന്റെ കവാടത്തിൽ പ്രോക്ഷിക്കണം. പിന്നീട് പൂജ ആരംഭിക്കാം. മണ്ഡപത്തിന്റെ മേലെ ഭഗത്ത് വിഘ്നേശ്വരനെയും ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവിമാരെ അവരുടെ മൂലമന്ത്രം കൊണ്ട് പൂജിക്കുകയും വേണം. കവാടത്തിന്റെ വലതുകാലിൽ ഗംഗയെയും വിഘ്നേശ്വരനെയും പൂജിക്കണം. ഇടതുകാലിൽ ക്ഷേത്രപാലനെയും കാളിന്തിയെയും അർച്ചിക്കണം. താഴത്തെ പടിയിലെ അസ്ത്രമന്ത്രം കൊണ്ട് ദേവതമാരെയാണ് അർച്ചിക്കേണ്ടത്. പിന്നീട് കാണുന്ന എല്ലാ വസ്തുക്കളെയും ദേവിയെ സങ്കല്പിക്കണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ജയ മഹാദേവിയേ നമ. അസ്ത്രമന്ത്രം ജപിച്ച് ആകാശത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും സംഭവിക്കുന്നതുമായ എല്ലാ വിഘ്നങ്ങളെയും കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കണം. ഇടത്തെ കട്ടിളപ്പടി തൊട്ടുകൊണ്ട് വലത് കാൽ വെച്ച് അകത്തേക്ക് പ്രവേശിച്ച് കലശം സ്ഥാപിച്ച് അർഘ്യം ഒരുക്കണം. അർഘ്യം പ്രോക്ഷണം ചെയ്ത് നിരവധി കോണിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുനാഥനായ ബ്രഹ്മാവിനെ ഗന്ധം, പുഷ്പം, അക്ഷതം എന്നിവ കൊണ്ട് പൂജിക്കണം. ആ അർഘ്യം കൊണ്ട് തന്നെ പഞ്ചഗവ്യം ഉണ്ടാക്കി മണ്ഡപത്തിൽ എല്ലായിടത്തും പ്രോക്ഷണം ചെയ്ത് ശുദ്ധമാക്കണം. മൂലമന്ത്രം ജപിക്കും എല്ലാം ദേവീമയമായി സങ്കല്പിച്ചു കൊണ്ടുവേണം പ്രോക്ഷണം ചെയ്യുവാൻ. പിന്നീട് എന്താ വേണ്ടത്? അസ്ത്രമന്ത്രം ജപിച്ച് മണ്ഡപത്തെ താടിക്കണം. അതിനുശേഷം ഹോം എന്ന മന്ത്രം കൊണ്ട് പ്രോക്ഷണം ചെയ്യണം. ധൂപങ്ങൾ അർപ്പിച്ചതിന് ശേഷം മലരി, ചന്ദനം, കടുക്, ദർഭ, നെല്ല്, അരി തുടങ്ങിയവ തൂകണം. പിന്നീട് കുശപ്പുല്ല് കൊണ്ടുണ്ടാക്കിയ ചൂല് കൊണ്ട് അടിച്ചു വാരി ഈശാന കോണിലേക്ക് കൂട്ടി വെക്കണം. പിന്നീട് അതിനെ പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കണം. പിന്നെ ശുദ്ധമായ ഇരിപ്പിടത്തിൽ കിഴക്കോട്ട് ദർശനമായി ആസനസ്ഥനായി സ്വന്തം ഗുരുവിനെ വന്ദിച്ച ശേഷം ശിഷ്യന് ഉപദേശിക്കാൻ പോകുന്ന മന്ത്രത്തിന്റെ ദേവതയെ ധ്യാനിക്കാം. അതിനുശേഷം നേരത്തെ പറഞ്ഞ മാതിരി ഭൂതശുദ്ധി വരുത്തി ഉപദേശിക്കുന്ന മന്ത്രത്തിന്റെ ഋഷിയുടെയും ഛന്ദസ്സിന്റെയും ദേവതയുടെയും ധ്യാന ന്യായങ്ങൾ ചെയ്യണം.
മൂർധാവിൽ ഋഷിവക്തത്തിൽ ഛന്ദസ്, ഹൃദയത്തിലെ ദേവത, ഗുഹ്യത്തിലെ ബീജം, പാദങ്ങളിൽ ശക്തിയെയും നസിച്ച ശേഷം 3 പ്രാവശ്യം കൈകൊട്ടി ദിക്കുകളെ ബന്ധിക്കണം. പിന്നീട് എന്താണ് വേണ്ടത്? അതിനുശേഷം മൂലമന്ത്രം ജപിച്ച് പ്രാണായാമം ചെയ്ത് ദേഹത്തിൽ മാതൃകാന്യാസം ചെയ്യണം. ശിരസിൽ ഓം അം അമ എന്ന് ജപിച്ച് ശിരസിൽ ന്യസിക്കണം. പിന്നീട് ഇപ്രകാരം സർവസ്ഥാനങ്ങളിൽ ന്യസിക്കണം. മൂലമന്ത്രം കൊണ്ട് ഷഡംഗന്യാസം ചെയ്യണം. ആദ്യം പ്രണവവും അവസാനം നമസ്വാഹ വഷഡ് ഹും ഔഷഡ് ഭട് എന്നിങ്ങനെ ജപിച്ചാണ് ഷഡംഗന്യാസം ചെയ്യേണ്ടത്. ഓം ഹൃദയായ നമ, ഓം ശിരസേ സ്വാഹ, ഓം ശിഖായ വഷഡ്, ഓം കവചായ ഹും, നേത്രത്രയായ ഔഷഡ്, അസ്ത്രായ ഫട് എന്നിങ്ങനെയാണ് ഷഡംഗന്യാസം ചെയ്യേണ്ടത്. പിന്നീട് അതാത് കൽപ്പങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മാതിരി മൂലമന്ത്രം കൊണ്ട് സ്ഥാനന്യാസം ചെയ്ത് വർണ്ണന്യാസം തുടങ്ങിയത് ചെയ്യുകയാണ് ക്രമം. തന്റെ ശരീരം ദേവിയുടെ ഇരിപ്പിടമായി കൽപ്പിക്കണം. ഇടത്തെ ചുമലിൽ ധർമ്മത്തെയും വലത്തെ ചുമലിൽ ജ്ഞാനത്തെയും ന്യസിക്കണം. ഇടത്തെ തുടയിൽ വൈരാഗ്യത്തെയും വലത്തെ തുടയിൽ ഐശ്വര്യത്തെയും മുഖത്തിൽ അധർമ്മത്തെയും ഇടത്തെ വയറിൽ അജ്ഞാനത്തെയും നാഭിപ്രദേശത്ത് അനൈശ്വര്യത്തെയും വലത്തെ വയറിൽ അവൈരാഗ്യത്തെയും ന്യസിക്കണം. പക്ഷേ അദ്ദേഹം തുടരുകയാണ്. ധർമാദികളാണ് പീഠത്തിന്റെ 4 കാലുകൾ. ധർമാദികൾ 4 എണ്ണമാണ് അതിന്റെ പലകകൾ എന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. ഹൃദയപത്മത്തിലുള്ള മൃദുവായ ആസനത്തിൽ അനന്തനെ ന്യസിച്ച് അതിനുമേലെ പ്രപഞ്ചപത്മത്തെ സങ്കല്പിക്കണം. അതിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവരെ അവരുടെ കലകളോടുകൂടി ന്യസിക്കണം. സൂര്യന് 12 കലയാണുള്ളത്, ചന്ദ്രന് 16 കലകളും അഗ്നിക്ക് 10 കലകളുമാണുള്ളത്. അവരെ ആ കലകളോടുകൂടി ന്യസിക്കണം. പിന്നീട് അവർക്ക് മീതെയായി ത്രിഗുണങ്ങളെയും അവയ്ക്ക് മേലെ ആത്മാവിനെയും അന്തരാത്മാവിനെയും പരമാത്മാവിനെയും ജ്ഞാനാത്മാവിനെയും നസിച്ചാൽ പീഠം സജ്ജമായി. സാധകൻ ഈ പീഠത്തെ മന്ത്രപൂർവ്വം നമസ്കരിച്ചതിന് ശേഷം അതിൽ ദേവിയെ ധ്യാനിക്കണം. പിന്നീട് മന്ത്രദേവതയെ കൽപ്രോക്ത വിധിപ്രകാരം ആവാഹിച്ച് മനസ്സുകൊണ്ട് പാദത്തിൽ കലാധ്വാവിനെയും, ഗുഹ്യത്തിൽ തത്വാധ്വാവിനെയും, നാഭിയിൽ ഭുവനാധ്വാവിനെയും, ഹൃദയത്തിൽ വർണ്ണാധ്വാവിനെയും, കാലത്തിൽ പദാധ്വാവിനെയും, മൂർധാവിൽ മന്ത്രാധ്വാവിനെയുമാണ് ധ്യാനിക്കേണ്ടത്. പിന്നീട് ഗുരു നെയ്യ് ചേർത്ത് കുഴച്ച വെള്ളം കൂർച്ചം കൊണ്ടെടുത്ത് ശിഷ്യനെ തൊട്ട് ഓം അസ്യ ശിഷ്യസ്യ കലാധ്വാനം ശോധയാമി സ്വാഹ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഇടത്തെ കൈകൊണ്ട് വലം കൈ തൊട്ട് അഗ്നിയിൽ ഹോമിക്കണം. ഓരോ അധ്വാവിനെയും സങ്കല്പിച്ച് 8 തവണ ഹോമിക്കണം. ഈ 6 അധ്വാക്കളും ബ്രഹ്മത്തിൽ ലയിച്ചതായി ഭാവന ചെയ്യണം. പിന്നെ ബ്രഹ്മത്തിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുന്നതായി സങ്കല്പിച്ച് ആ ചൈതന്യം ശിഷ്യനിൽ ലയിപ്പിക്കണം. പിന്നീട് പൂർണ്ണാഹൂതി ചെയ്ത് കുണ്ടത്തിൽ നിന്ന് ദേവതയെ കലശത്തിലേക്ക് ആവാഹിച്ച് വ്യാഹൃതി കൊണ്ട് വീണ്ടും അഗ്നിയിൽ ആഹൂതി ചെയ്ത് അഗ്നിയെ തന്നിലേക്ക് തന്നെ ഉദ്വസിക്കണം. പിന്നീട് ഗുരു ശിഷ്യന്റെ കണ്ണ് വസ്ത്രം കൊണ്ട് കെട്ടണം. നേത്രമന്ത്രം കൊണ്ട് കണ്ണ് കെട്ടി ശിഷ്യനെ കുണ്ടത്തിന്റെ അടുത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് കലശത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് ദേവിക്ക് പുഷ്പാഞ്ജലി ചെയ്യിക്കണം. ആരെ കൊണ്ട്? ഈ ശിഷ്യനെ കൊണ്ട്. പിന്നീട് കണ്ണിന്റെ കെട്ടഴിച്ച് ഗുരു ശിഷ്യനെ ഗർഭാസനത്തിലിരുത്തി ശിഷ്യന്റെ ദേഹത്തിനെ ഭൂതശുദ്ധി വരുത്തി കലശത്തിലുള്ള പല്ലവങ്ങളെ ശിഷ്യന്റെ മൂർധാവിൽ വെച്ച് മാതൃകാമന്ത്രം ജപിച്ചുകൊണ്ട് ദേവതാ സാന്നിധ്യമുള്ള ആ കലശ ജലം ഉണ്ടല്ലോ അതുകൊണ്ട് ശിഷ്യനെ അഭിഷേകം ചെയ്യണം. പിന്നെന്ത് വേണം? പിന്നെ ഈശാനകോണിൽ വെച്ച കിണ്ടിയിലെ തീർത്ഥത്താൽ സേചനം ചെയ്യണം. പിന്നീട് ശിഷ്യൻ എഴുന്നേറ്റ് വസ്ത്രം മാറി വന്ന് ഭസ്മം ധരിച്ച് ഗുരുസന്നിധിയിൽ ഇരിക്കാം. സ്വന്തം ഹൃദയത്തിൽ നിന്ന് ദേവി ഇറങ്ങി ശിഷ്യന്റെ ഹൃദയത്തിൽ കടന്നതായി ഭാവന ചെയ്യണം. ദേവിയും ശിഷ്യനും തമ്മിൽ ഭേദബുദ്ധി വെക്കാതെ ശിഷ്യനെ പുഷ്പം കൊണ്ട് ആരാധിക്കണം. ശിഷ്യന്റെ തലയിൽ കൈവച്ച് വലത്തെ ചെവിയിൽ 3 മഹാദേവി മന്ത്രം ജപിക്കണം. ശിഷ്യൻ ആ മന്ത്രം 108 പ്രാവശ്യം ജപിച്ചതിന് ശേഷം ദേവതാത്മാവായ ഗുരുവിനെ നമസ്കരിക്കണം. വേദജ്ഞന്മാർക്ക് ലോഭമില്ലാതെ ദക്ഷിണയും നൽകണം. ബ്രാഹ്മണർ, വടുക്കൾ, കന്യകമാർ, ദീനന്മാർ, ദരിദ്രന്മാർ തുടങ്ങിയവർക്ക് മൃഷ്ടാന്ന ഭോജനവും നൽകണം. ആ മന്ത്രം ശിഷ്യനെന്നും ജപിച്ചുകൊണ്ടേയിരിക്കണം. നാരദാ, ശ്രേഷ്ഠമായ ദീക്ഷാവിധി ഞാൻ പറഞ്ഞു തന്നല്ലോ. അങ്ങൻ ദേവിയെ ഭജിക്കുക.
ബ്രാഹ്മണർക്ക് ഇതിലും പ്രധാനമായിട്ട് മറ്റൊരു ധർമ്മവുമില്ല നാരദരെ. വൈദികർ സ്വന്തം ഗോത്രത്തിനനുസരിച്ചിട്ടാണ് മന്ത്രോപദേശം നൽകുന്നത്. താന്ത്രികൾ താന്ത്രിക രീതിയിലും ഉപദേശം കൊടുക്കുന്നു. എല്ലാവരും അവരവർക്ക് വിധിച്ച കർമ്മങ്ങൾ നടത്തണം. പരധർമ്മം അനുഷ്ഠിക്കാൻ പാടില്ല താനും. അങ്ങ് ചോദിച്ചതൊക്കെ ഞാൻ പറഞ്ഞു തന്നു ദേവർഷേ. അങ്ങ് ഇന്ന് തന്നെ പരാമ്പാധ്യാനം ആരംഭിക്കൂ. ഇത്രയും പറഞ്ഞു തന്നത് കൊണ്ട് ഞാനും കൃതാർത്ഥനായി. ഇത്രയും പറഞ്ഞ് മുനിശ്രേഷ്ഠനായ നാരായണ മഹർഷി കണ്ണടച്ച് സമാധിസ്ഥനായി. പരമഗുരുവായ നാരായണ മഹർഷിയെ നമസ്കരിച്ചിട്ട് നാരദ മഹർഷിയും ദേവീ ദർശന ലാലസനായി തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെട്ടു. ഇത്രയുമാണ് ഇന്നത്തെ ഭാഗം. ഇത്ര ഭാഗം ദേവിയുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് നാളത്തേത് കുറേ വലിയ കഥയാണ്. അതിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് നാളെ തന്നെ പറയാം. കുറേ വലുതാണത്. അതുകൊണ്ട് അത് ആ ഭാഗം നാളെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഭാഗം ദേവി ഈ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.